ഹലോ, അങ്ങനെ ബബ്ബയുടെ ഫുൾ റിവ്യൂലോട്ട് വരുവാണ്. ഇത് നമ്മുടെ പ്രദീപ് ഏട്ടൻ ബഹ്റൈനിലെ ബബ്ബയായിരിക്കാണല്ലേ? എങ്ങനെയുണ്ട് പ്രദീപ് ഏട്ട പടം? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വളരെ വലിയ പ്രതീക്ഷയിലല്ല പോയതെങ്കിലും ഒരു കാര്യം ബോധ്യമായി. ഞാനൊരു 85 കാലഘട്ടത്തിൽ സ്കൂളിൽ ഈ ഏകാംഗ നാടക മത്സരമുണ്ട്. ഈ സ്കൂളിലെ കുട്ടികളൊക്കെ ഈ 5ാം ക്ലാസ് 6ാം ക്ലാസ് കുട്ടികളൊക്കെ വരുന്ന ഒരു ഏകാംഗ നാടക മത്സരം കണ്ട ഒരു നല്ല ഫീൽ എനിക്ക് കിട്ടി. ഞാനൊരു 10-35 വർഷം പുറകിലേക്ക് പോയി. അതിലൊരു വലിയ സന്തോഷമുണ്ട്. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ദിലീപിന്റെ ഫസ്റ്റ് സീൻ കണ്ടപ്പോൾ തന്നെ ക്ലൈമാക്സ് എന്താണെന്ന് നമുക്ക് ആദ്യമേ തന്നെ ബോധ്യമായി. അതിനകത്ത് ഒരു സംശയമില്ലായിരുന്നു. മ്യൂസിക് എങ്ങനെ ഷാൻ റഹ്മാന്റെ സത്യം പറഞ്ഞാൽ അവരുടെ പേര് പോലും പറയരുത്. കാരണം അതിനകത്ത് മ്യൂസിക് എന്ന് പോയിട്ട് നമുക്ക് ഒരു സെന്റൻസ് നമുക്ക് പറയാനായിട്ടോ മനസ്സിൽ ഓർത്തു വെക്കാനായിട്ടോ ആ സിനിമയിലില്ല. ഫസ്റ്റ് വൺ അത്. സെക്കൻഡ് വൺ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോളിളക്കം എന്ന് പറഞ്ഞൊരു സിനിമ നമ്മളൊക്കെ കണ്ടിട്ടൊരു 40 വർഷം ജയൻ മരിച്ചിട്ട് 40 വർഷമല്ലേ. ആ സിനിമ കണ്ടപ്പോൾ കണ്ട ആ ഒരു ടേക്കിങ്സിന്റെ ഒരംശം ഈ സിനിമയിലില്ല. അപ്പൊ ഇടയ്ക്ക് ആരാണ്ട് പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഇരുന്ന ഒരാൾ പറയുന്നുണ്ട്, തെലുങ്ക് സിനിമയാണോ കാണുന്നത്? ഞാൻ പറഞ്ഞു തെലുങ്ക് എന്നൊന്നും പറഞ്ഞ് ആക്ഷേപിക്കല്ലേ, ഇത് അത്രയ്ക്കും മതമെന്നല്ല, എന്താ പറയാ, അതിനൊരു വേട് പറയാം, കാട്ടവരാധം. പിന്നെ ഇദ്ദേഹം പിന്നെ ചീത്ത വിളിക്കാറില്ല. ഞാൻ പറയുവാണ്, ഇതേപോലൊരു കാട്ടവരാധം പടം ലാലേട്ടൻ എന്തോർത്താണ് ഏട്ടാ ഈ പടം ചെയ്തത്? ഒരു കാര്യം നമുക്ക് ബോധ്യമായി. ഒന്നുകിൽ ഇവരാരും ഇതിന്റെ പ്രിവ്യൂ കണ്ടിട്ടില്ല. ഇതിന്റെ പ്രിവ്യൂ ഷോ കണ്ടിരുന്നെങ്കിൽ ഈ ഫിലിം റിലീസ് ചെയ്യാൻ ദിലീപിന്റെ ആൾക്കാരോ ആന്റണി പെരുമ്പാവൂരോ ആരും അനുവദിക്കില്ല എന്നുള്ളത് ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിന്റെ പ്രിവ്യൂ കണ്ടിട്ടേ ഇല്ല. അതുമാത്രമല്ല, എനിക്ക് തോന്നി ഈ ഓരോ ഷോട്ട് എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്തതിന് ശേഷം അവർ ആ മോണിറ്ററിൽ പോലും വന്നൊന്ന് ചെക്ക് ചെയ്ത് കാണുമോ? നോക്കുന്നില്ല. കാരണം ചില ടേക്കിങ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് കുറെ സമയം സ്ക്രീൻ ബ്ലാങ്ക് ആണ്. കുറെ സമയം സ്ക്രീൻ ബ്ലാങ്ക്. നമ്മളൊരു ഫിലിം തീർന്നോ നമുക്ക് സംശയം തോന്നിപ്പോയത്. അത് എല്ലായിടും അങ്ങനെയാണോ എന്താണെന്ന് ഞങ്ങൾ കണ്ട തിയേറ്ററിൽ അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. അതുമാത്രമല്ല, ശരിക്കും ആ ജീപ്പൊക്കെ ഉണ്ടല്ലോ, ഒരേ പടക്കമൊക്കെ പൊട്ടിയിട്ട് ജമ്പായി പോകുന്ന കാണുമ്പോഴത്തേക്ക് നമ്മൾ ഏത് ലോകത്തായിരിക്കും എന്നുള്ള ചിന്തിച്ചു പോയി. പിന്നെ വിനീത് ശ്രീനിവാസനെ ഞാൻ ഇന്ന് വരെ വിചാരിച്ചിരുന്ന അവന്റെ എബി എന്ന് പറയുന്ന സിനിമ ഏറ്റവും ബോറെന്നായിരുന്നു. പക്ഷേ എബിയൊക്കെ ഇതിനേക്കാൾ എത്രയോ ഭേദമാ. അവൻ ഇടയ്ക്കിടയ്ക്ക് അലറുന്നുണ്ട്. എന്തിനാണോ അവൻ അലറുന്നതെന്ന് അവനും അറിയില്ല, കാണുന്നവർക്കും അറിയില്ല. തിയേറ്ററിലൊക്കെ ചിരി ആ സമയത്ത് എന്നേ പറയാനുള്ളൂ. എന്താ പറയേണ്ടതിന്? പിന്നെ നമ്മുടെ ഗോകുലം സാറും ഇതിനകത്തൊന്ന് ഗോകുലൻ അഭിനയിച്ചു എന്ന് മാത്രമല്ല, പുള്ളി ഒരു ഡിസ്കോ ഡാൻസും കളിക്കുന്നുണ്ട്. എന്താണോ പുള്ളി അതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന്. ഒന്നുമില്ലെങ്കിൽ കുറച്ച് പൈസ മുടക്കിയതല്ലേ. അത് ഒരു കാര്യം ഇതിനകത്ത് ക്ലിയർ ആയി. ഗോകുലം ഗോപാലനല്ല ഇതിന്റെ പ്രൊഡ്യൂസർ, ദിലീപാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. ഒരു സംശയവും വേണ്ട. കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ദിലീപാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അതിനകത്ത് സംശയം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിനിമയിൽ ആരും ചെയ്യില്ല, ആരും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കത്തുമില്ല. പിന്നെ ഈ ധനഞ്ജയ് ശങ്കർ എന്ന് പറഞ്ഞ അങ്ങനെ ഒരാളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഡയറക്ടർ അങ്ങനെ ഡയറക്ടർ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഏതോ ഒരു പേര് അവർ കണ്ടുപിടിച്ച് ഇട്ടിരിക്കുന്ന ഒരു പേരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഇതിന്റെ റൈറ്റേഴ്സ് നൂറിനും അവളുടെ ഹസ്ബൻഡും കൂടെ ആണ്. രണ്ടുപേരും ചെറിയ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഷാൻ റഹ്മാനാണ് ഈ പറഞ്ഞത് മ്യൂസിക്. എന്ത് മ്യൂസിക്കാണ് ചെയ്തിരിക്കുന്നത്? ഇതിനിടയ്ക്ക് അതൊരു സീൻ നിങ്ങൾ കണ്ടോ? ഒരു സീനുണ്ട്, നമ്മുടെ ബൈജു മറ്റേ ആ മരണത്തിന് വരുന്ന ഒരു സീനുണ്ടല്ലോ. മരണത്തിന് വരുന്ന ഒരു സീൻ ശരിയാണ്. ആ കുട്ടി നല്ല ഗ്ലാമറാണ് കാണാനൊക്കെ, കാണിക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. പക്ഷേ ഒരു ബോഡി കണ്ടിട്ട് കൊണ്ട് മാറി നിന്നുകൊണ്ട് പറയുന്ന ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ് ഈ ഏകാംഗ നാടകവും തോറ്റുപോകും. അതാണ് ഞാൻ പറയാം. ഏകാംഗ നാടകം അവിടെ നിന്നുമല്ല, ആ ഡയലോഗൊക്കെ എങ്ങനെ പറയിക്കാൻ തോന്നി എന്നുള്ളതാണ്. ഒരു ഡെഡ് ബോഡി കണ്ടിട്ട് ഒരു MLA ഒരു പഞ്ചായത്ത് മെമ്പർ ആയിക്കോട്ടെ പറയാൻ പറ്റില്ല, പറയാൻ തോന്നത്തുമില്ല. ഒരിക്കലും ഇല്ല. ബിക്കോസ് ഒരു ബോഡി കണ്ടിട്ട് അങ്ങനെ ഡയലോഗ് അടിക്കാൻ പറ്റും. അതായത് പയ്യൻ കേൾക്കുകയും കൂടാണ്. അവന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഈ പയ്യൻ ഇത് കേൾക്കുകയാണ്. മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഇയാൾ ഈ പറയുന്നത്, കുറെ ദൂരം നിന്ന് പറയുന്നത്. അത് ഏത് സ്പീക്കറാണോ അവിടെ വെച്ചിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. കാരണം ഇവിടെ കിടക്കുന്ന ബോഡി ഇവിടെ, ഇയാള് ഒരു 100 മീറ്റർ അപ്പുറത്ത് മരത്തിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ ഇവൻ കൃത്യമായിട്ട് കേൾക്കുകയാണ് അമ്മയെ കുറിച്ച് പറയുന്നത്. അപ്പോഴത്തേക്ക് ഇവന്റെ വികാരം അപ്പോഴേ ഉണർന്നു. അപ്പൻ കൂടെ പറക്കുന്നുണ്ട്. സ്കൂളിൽ എല്ലാരും ഇവനെ ആക്ഷേപിക്കുന്നു. അപ്പൊ ഇവൻ പ്രാന്തനാകുന്നു. അത് സഹിക്കാം. എന്നിട്ട് ഇവന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഇയാളുടെ ആഹ്ലാദ പ്രകടനം കാരണം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുന്നില്ല, മരിച്ചു പോവാണ്. ഇതൊക്കെ ഏകാംഗ നാടകം, എന്ത് ഡ്രാമയാണോ, മെലോ ഡ്രാമ എന്താ പറയണ്ട, ചവിട്ട് നാടകം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചവിട്ട് നാടകമൊക്കെ കണ്ട ഇതിനേക്കാൾ കുറച്ചുകൂടി ഭേദമെന്നേ പറയാനുള്ളൂ. ദയവായിട്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ്, ദയവായിട്ട് പൈസ കളയരുത്. കാരണം ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് മുടക്കിയ പൈസ തന്നെ നാട്ടിൽ ഒരു 10,000 രൂപയുണ്ട്. കറക്റ്റ്.
ഈ ബഹ്റൈനിലും ദുബായിലും ഒക്കെ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് എക്സ്പെൻസീവ് ആണ് നാട്ടിലേക്കാട്ടിലും. പക്ഷേ നമ്മളുടെ എത്ര ദിവസത്തെ കഷ്ടപ്പാടിന്റെ പൈസ. പിന്നെ ലാലേട്ടന്റെ അവന്റെയും ഡാൻസ്, ദിലീപിന്റെ ഡാൻസ്, യോ പിന്നെ പല സിനിമകളും കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നമ്മൾ സമ്മതിക്കണം. തുടരും സിനിമയിലെ പല സീനുകളും ശോഭനയും മോഹൻലാലുമായിട്ടുള്ള ആ സിനിമകളൊക്കെ അതുപോലെ കോപ്പി ചെയ്തു. അതേപോലെ തന്നെ ഇവന്റെ പറക്കും തളിക, പിന്നെ ഇതിനെയൊക്കെ കൊണ്ടുവന്നതിനകത്ത് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായത്? ഒരു കാറിന്റെ കളക്ഷൻ കാണിക്കാനായിട്ട് കയറ്റുന്ന ഒരു സീൻ. പിന്നെ ലാസ്റ്റ് വിജയുടെ സിനിമ ഗില്ലി, എന്റെ അമ്മോ വിജയ് ഫാനാകുന്ന സീനൊക്കെ സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ. ദയവായിട്ട് ആരും കൊണ്ട് പൈസ കളയല്ലേ. എന്റെ പൊന്ന് മക്കളെ, ഒരു റിക്വസ്റ്റ് ആണ്, യൂട്യൂബിൽ പോലും ഇരുന്ന് ഇത് കാണാൻ പറ്റും. നമ്മൾ പലപ്പോഴും സന്തോഷ് പണ്ഡിറ്റിനൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റിനെ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. സന്തോഷ് പണ്ഡിറ്റ് ഇവരെക്കാട്ടിലും കഴിവുള്ളവരാ. കഴിവുണ്ടവന്, അവൻ തെളിയിച്ചല്ലോ. അന്ന് അവൻ ചെയ്ത പോലല്ലോ, അവൻ ഇന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. അത് ഞാൻ അങ്ങനെ കോപ്രായം കാണിച്ചിട്ടാണ് വന്നതെങ്കിലും ജനങ്ങൾ ഇന്നവനെ അംഗീകരിക്കുന്നില്ലേ. പക്ഷെ ഇവരൊക്കെ എത്രയോ ലെവലിൽ നിന്ന് വന്നിട്ടാണ് ഈ താഴ്ന്ന ലെവലിലേക്ക് പോകുന്നത്. അതാണ്. പക്ഷെ പ്രതിഭട്ട, എനിക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ ഒരു ധാർഷ്ട്യമുണ്ട്. അതായത് ഞങ്ങൾ എന്ത് കോപ്പെടുത്താലും നീയൊക്കെ വരും, നീയൊക്കെ പൈസ മുടക്കും, നീയൊക്കെ വന്നിരുന്ന് കാണും എന്നുള്ള ഒരു അഹങ്കാരം ഇവരുടെ എല്ലാം മനസ്സിൽ കൂടിയതിന്റെ ഒരു ലക്ഷണമാണ് ഈ സിനിമ. 100%. മോഹൻലാലിനും തോന്നിയിട്ടുണ്ടാവും, ദിലീപിനും തോന്നിയിട്ടുണ്ടാവും. ഞങ്ങൾ എന്ത് കാണിച്ചാലും നീ എല്ലാം വന്നിരിക്കും, നീ എല്ലാം ഇത് കാണും. ആ ധാർഷ്ട്യമാണ് ഈ സിനിമ എന്നേ പറയാനുള്ളൂ. അത് മാത്രമല്ല, ഈ ഇടയ്ക്ക് ലാലേട്ടൻ്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇതൊരു മാഡ്നസ് ആണ്. അതായത് ഈ ഒരു പടം എന്ന് വെച്ചാൽ ഒരു മാഡ്നസ് സിനിമയാണ്. മാഡ്നസ് പോലെ കാണുക. അത് ശരിയായിരിക്കും. കാരണം പോകുന്ന നമ്മളും ഒരു തരം മാഡായി മാറുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. ആ പറഞ്ഞതിനകത്ത് ഒരുപാട് മീനിങ് ഉണ്ട്. ലാലേട്ടൻ അത് മനസ്സിലായിക്കൊണ്ടായിരിക്കും പറഞ്ഞത്. ഏതായാലും വേറെ ഒന്നും പറയാനില്ല എൻ്റെ പൊന്നുമക്കളെ. ഇതേപോലുള്ള പടങ്ങൾ ഇനി മലയാളം ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ സത്യം പറയാലോ, പണം നഷ്ടം, മാനം നഷ്ടം, സമയം നഷ്ടം. ഇനി ഓർക്കാനൊരു സീനുണ്ട്, അതങ്ങ് മറന്നുപോയി പറയാന്. മോഹൻലാലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നാട്ടിൽ ദ്രോഹങ്ങൾ ചെയ്യുന്നവരൊക്കെ ഞാൻ അന്ന് അകത്ത് കൊണ്ടുപോയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ അത് ശരിയായില്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്നുകൂടി ഒന്ന് ഉപദേശിക്കും എന്നൊക്കെ പറയുന്ന ഡയലോഗുകൾ എഴുതിയവനെ ഉണ്ടല്ലോ മക്കളെ. ഒരു ഡയലോഗ്, അതിൽ നമുക്ക് ഒരു ഡയലോഗോ ഒരു സീനോ നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്നില്ല. ഒരിക്കലും തള്ള പോലും പൊറുക്കില്ലെന്നേ പറയാനുള്ളൂ. ഒരു ഡയലോഗ്സ് ഒരു പടത്തിന് മെയിനായിട്ട് നമ്മൾ എൻഗേജ് ആയിട്ട് നിർത്തുന്നത് ഡയലോഗ്സ് ആണ്. പക്ഷെ ഇതിൽ ആ കൊച്ചു പിള്ളേരൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഡയലോഗ്സിൽ നമുക്ക് എന്നാ ഫീൽ ഉണ്ടാവുന്ന സെന്റിമെന്റ്സ് വരുത്താവുന്ന സംഭവങ്ങളാണ്. എത്ര നാച്ചുറലായിട്ട് സംസാരിക്കാം. പക്ഷെ എല്ലാം കൃത്രിമത്വമാണ്. ആ സിനിമ മൊത്തം കൃത്രിമത്വമാണ്. നല്ലൊരു സീൻ പോലും അതിനകത്തില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മലയാള സിനിമയിൽ ഇപ്പോൾ വന്ന നമ്മൾ അഭിമാനം കൊള്ളുന്ന ലോക പോലൊരു സിനിമ നമ്മൾക്ക് എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. മറ്റ് കഥകളോ അതിൻ്റെ മറ്റ് സബ്ജക്റ്റൊക്കെ മാറ്റി വെക്കുക. പക്ഷെ അതിൻ്റെ ഓരോ ടേക്കിങ്സും അത് എടുത്തിരിക്കുന്ന ടെക്നിക്കലി നമ്മൾ സമ്മതിച്ചേ പറ്റൂ. അതൊക്കെ കണ്ടിട്ട് ഈ ഒരു സിനിമ കാണുമ്പം എന്താണോ ഇതിനകത്തുള്ള ടെക്നിക്കാലിറ്റി ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ പ്രദീപേട്ടൻ അങ്ങനെ പൊതുവെ പടങ്ങൾ അങ്ങനെ കാണാറില്ല. ഞാൻ പിന്നെ ചില സെലക്റ്റഡ് പടം മാത്രം കൊണ്ടുപോയി കാണിക്കും. ഇന്ന് ഞാൻ ലാലേട്ടനും ദിലീപും ഉണ്ടായിട്ട്, ദിലീപിനെ പിന്നെ എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല, എന്നാലും ഇദ്ദേഹത്തെ ലാലേട്ടനെ ഒന്നുകൊണ്ട് ഞാൻ നിർബന്ധിച്ചു കൊണ്ടുപോയതാ. പക്ഷേ എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇറങ്ങി പോയാലോ എന്ന്. ഞാൻ എത്രയോ പ്രാവശ്യം ഇടയ്ക്ക് ഇറങ്ങി പോകണം തന്നെ മനസ്സിൽ പറയുകയാണ്. കാരണം എന്താ പറയുക, ചില സമയത്തുള്ള പുലിമുരുകലിലെ സീനൊക്കെ മോഹൻലാൽ കാണിക്കുന്നുണ്ട്, വന്നൊന്ന് താഴെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാണോ കാണിക്കുന്നത്? ഇടയ്ക്ക് ആരോണ്ട് പറയുന്നു മീശ പിരിക്കുന്നൊക്കെ പറയുന്നു. മോഹൻലാൽ ഏതാണ്ട് രാവണപ്രഭു കഴിഞ്ഞപ്പോഴത്തേക്ക് പലരും പറയുന്നത് മീശ പിരിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്ന പടങ്ങളെ ഹിറ്റാവുന്നുള്ളത്. അന്ന് തന്നെ ചെറുപ്പക്കാരെ പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സീൻ ഒരിക്കലും ഞാൻ സിഗരറ്റ് വലിക്കില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് മോഹൻലാൽ. പക്ഷെ ഇതിനകത്ത് പുള്ളി പല പ്രാവശ്യം സിഗരറ്റ് കത്തിക്കുന്നുണ്ട്. കറക്റ്റ്. അത് ലാലേട്ടൻ പറഞ്ഞൊരു പോയിന്റാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചു എന്നും കൂടി എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ ഒരു എന്റർടൈനിങ് ആയിരിക്കണം ഒരു പടം, അല്ലെങ്കിൽ ആ പടം കോമഡി ഉണ്ടായിരിക്കണം. ഇതിലെ കോമഡീസ് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോമഡി നിങ്ങൾ ചിരിച്ചോ? എല്ലാം കോമഡി ആയിട്ടാ തോന്നുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് കോമഡിയുടെ കാര്യമില്ല. മലങ്കൾട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പലരും വളരെ സീരിയസ് ആയിട്ട് പറയുന്നതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് കോമഡി ആയിട്ടാ തോന്നുന്നത്. കാരണം ആ ഒരു ഫീലിങ്സ് അതാണ്. ബിക്കോസ് ധ്യാൻ ശ്രീനിവാസന്റെ എന്തിനാണ് പിന്നെ അവനെ അങ്ങനെ ഒരു രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ചാനലുകൾ കണ്ടാൽ കോമഡി ഷോകൾ നമ്മൾ ഇതിനേക്കാൾ എത്രയോ ഗംഭീര പെർഫെക്ഷനാണ്. ആക്ടിങ് ഒക്കെ ചില ആൾക്കാർ ചില അവന്മാരൊക്കെ പെൺവേഷമൊക്കെ കെട്ടി വന്നിട്ട് ചെയ്യുന്ന ആക്ടിങ് ഉണ്ടല്ലോ, സമ്മതിച്ചേ പറ്റൂ. അതിന്റെ 7 അയലത്ത് വെക്കാൻ
ഈ സിനിമ കൊള്ളില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രതിഭട്ട, എന്തുകൊണ്ടായിരിക്കും ദിലീപിന് ഇപ്പൊ അടുത്തിടെ ഈ 8-9 പടം എല്ലാം ഫ്ലോപ്പായി? അവൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ പണ്ടത്തെ CID മൂസ ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ മാത്രമല്ല ഒരു ഇത്തിരി അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടാണ്. എക്സാക്ട്ലി, അതും കൂടി ഇതിനകത്ത് നമ്മൾ കൂട്ടി വായിക്കണം. കറക്റ്റ്. ഒരു അഹങ്കാരത്തിന്റെ മോഡിൽ നിൽക്കുന്ന ആ ഒരു ഇതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണോ ഈ സിനിമയെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. പ്ലസ് ഇതിനകത്ത് ഈ പടത്തിന്റെ ഇടയ്ക്കൊക്കെ ചില ഡയലോഗുകൾ പ്രൊപ്പഗാൻഡയായിരുന്നു. പെർഫെക്റ്റ്ലി ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങൾ പറയിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പ്രൊപ്പഗാൻഡയായിട്ട് തോന്നുന്നുണ്ട്. ചില ഡയലോഗുകൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ, അതായത് ഞാൻ കുറെ നാൾ ഒളിച്ചിരുന്നു, ഞാൻ ഇനി പോലീസിന്റെ ചില കളികളും ഇതൊക്കെ പറയുന്ന. പിന്നെ ഒരാളുടെ സർനെയിം DK ഗോപാലകൃഷ്ണൻ എന്നുള്ളത് GK എന്നാണ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പർപ്പസ്ഫുള്ളി കാണിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പല കാര്യങ്ങളും പടത്തിനകത്ത് നിങ്ങൾ എന്നൊരു നല്ല പടം ചെയ്യുന്നോ അന്നേ ദിലീപിന് നല്ലൊരു പടം ചെയ്യാൻ പറ്റൂ. ആക്ച്വലി ഇത് നിങ്ങളുടെ ഈ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പടങ്ങളെല്ലാം നിങ്ങൾക്ക് എപ്പോഴും ഇതേപോലെ ഡിസാസ്റ്റർ ആവും. അതുകൊണ്ട് ഇനി ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഒരു സിനിമ ഒരു മൂവി കണ്ട ഫീലിംഗിലല്ല പറയുന്നത്. ഞങ്ങൾ 85 കാലഘട്ടത്തിലെ ഏകാംഗ നാടക മത്സരം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വന്നിരിക്കുകയാണെന്ന് മാത്രമേ പറയുള്ളൂ. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ.